ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സെഷൻ 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ട്രിഗ്നോമെട്രി വെച്ചുള്ളതും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈസി ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 60 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമുക്കെന്നാ 61ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, 61 മുതൽ 75 വരെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, 61ാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് root of x minus 3 into sine inverse of log of x to the base c plus cos inverse of log of x to the base c. ഇതാണ് നിങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇതേപോലത്തെ ഒരു ചോദ്യം JEE അഡ്വാൻസിൽ പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 99% സ്റ്റുഡൻസും തെറ്റ് വരുത്തിയ ഒരു ചോദ്യമാണ്. ഓക്കെ, കാരണം എന്താ പറയുക, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് നിങ്ങൾ ആദ്യമേ അങ്ങ് π/2 ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക അല്ലെ. എന്നിട്ട് ഇതിന്റെ ഡയറക്റ്റ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 നമുക്ക് എന്താ പറയുക, എക്സ് മൈനസ് 3 ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതി π/2 കോൺസ്റ്റന്റ് വെച്ച് ഇതെന്ത് പറ്റും, എക്സ് മൈനസ് 3 ഹോൾ റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുന്നതായിട്ട് നിങ്ങൾ എഴുതും. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞാൽ പൊട്ടത്തെറ്റായിട്ട് IIT പറയും. കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഫംഗ്ഷൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനില്ലേ, ആദ്യം ഈ തന്നിരിക്കുന്ന സാധനം ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ അല്ലെ. ഇത് ഒരിക്കൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. എപ്പോഴും ഇതൊന്നും ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകുന്നതൊക്കെ കുറച്ച് പാടാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. എന്നാലും ഇതേ കണക്കത്തെ ഒരു പാറ്റേണിൽ വീണ്ടും ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്നും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ ഉത്തരം തെറ്റാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ അല്ലേ. റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഒരു ഫംഗ്ഷൻ ആണ്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താ, നമുക്കറിയാം റൂട്ടിനകത്തുള്ള സാധനമെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എക്സിന്റെ മിനിമം വാല്യൂ 3 ആണ്. എക്സ് 3 to ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസിലുണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ട് ഡിഫൈൻഡ് ആവത്തുള്ളൂ. ശരിയാണല്ലോ. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. സൈൻ ഇൻവേഴ്സിന് ഉള്ളിലുള്ള മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ. കോസ് ഇൻവേഴ്സിനകത്തുള്ളതിന്റെയും മാക്സിമം വാല്യൂ 1 ആണ്. 1ൽ കൂടാൻ പാടില്ല, ശരിയല്ലേ. ഇപ്പൊ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു, ഇ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 2.72 വാല്യൂ ഉള്ള ഒരു സാധനമാണല്ലോ. 2.72 റേസ് ടു ഏത് നമ്പർ ആണ്? എക്സ് എന്നല്ലേ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് സിയുടെ മീനിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സിന്റെ വാല്യൂ 3യെക്കാട്ടിലും കൂടുതലാണ്. 2.72 റേസ് ടു ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡെഫിനറ്റ്ലി വാട്ട് ഈസ് ഗോയിങ് ടു ഗിവ് യു സംതിങ് മോർ ദാൻ 3 അല്ലെ. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? മോർ ദാൻ 1 ആയിരിക്കണം അല്ലെ. ഐ മീൻ ഇ റേസ് ടു ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇ റേസ് ടു ഏത് നമ്പർ ആണ് 3നെക്കാട്ടിലും കൂടുതൽ വാല്യൂ? അതായത് ഈ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇയുടെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 പോസിബിൾ ആണോ അല്ലയോ? നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്തു? ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്തു. സോ ഇന്റഗ്രേഷന്റെ അകത്ത് ആ ജെയുടെ ചോദ്യത്തിന്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ ഇതായിരുന്നു, നോട്ട് ഡിഫൈൻഡ്, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കണം. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഇന്റഗ്രേഷനിൽ എപ്പോഴും ഒരു കണ്ണു വെച്ചാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. സൈൻ ഇൻവേഴ്സ് ഓഫ് ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് സി പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് സി. നമ്മളിപ്പോ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റൂട്ടിനകത്തുള്ള സാധനം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. നമ്മൾ ഇനി ഈ സൈൻ ഇൻവേഴ്സിന്റെ പ്രത്യേകത, അതിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. -1നും 1നും ഇടയ്ക്കുള്ള വാല്യൂ മാത്രമേ ഈ സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ വരൂ. ഞാനിപ്പോ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇ എടുത്തു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ 2.72 ആണ് അപ്രോക്സിമേറ്റ്ലി അല്ലെ. ഈ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇയുടെ മീനിങ് എന്താണ്? ഇ റേസ് ടു ഏത് നമ്പർ ആണ് എക്സ് തരുന്നത്? എക്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള ഒരു വാല്യൂ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള ഒരു വാല്യൂ ആണ്. അതായത് 2.72 റേസ് ടു ഏത് നമ്പർ ആണ് 3നെക്കാട്ടിലും 2.72 1നെക്കാട്ടിലും കൂടുതലുള്ള ഒരു വാല്യൂ വെച്ചിട്ട് റേസ് ചെയ്താൽ അല്ലെ 3നെക്കാട്ടിലും കൂടുതൽ വാല്യൂ കിട്ടൂ ഉള്ളൂ. അതായത് ഈ സൈൻ ഇൻവേഴ്സിനകത്ത് വരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ 2.72ന്റെ പവർ ആണല്ലോ ഈ ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് എന്ന് പറയുന്നത്. അത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇത് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. കാര്യം പിടികിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, ഓൾറൈറ്റ്.
അപ്പൊ നമ്മൾ 61ാമത്തെ ചോദ്യവും കഴിഞ്ഞു. 61ാമത്തെ ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ ഒരു 3-4 ചോദ്യങ്ങൾ ഒരുമിച്ച് അങ്ങ് എഴുതിയിടുവാണേ. ചോദ്യം ഇതൊക്കെയാണ്. ഇതിന്റെ എല്ലാ മെത്തേഡ് ഉണ്ടാണ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ്, ഇതെല്ലാം വളരെ ഫ്രീക്വന്റ്ലി സീൻ ആയിട്ടുള്ളതുമാണ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് ബി, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് ബി. ഇതും അല്ലെങ്കിൽ പിന്നെ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് ബി. ഇങ്ങനത്തെ കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തുക, ഇവിടെ സൈൻ ആണ്, രണ്ടും സെയിം ആണ് അല്ലെ, സൈൻ സൈൻ. ഇവിടെ കോസ് ആണ്, രണ്ടും സെയിം ആണ്. പക്ഷെ ഇതെന്താണ്, ഡിഫറെന്റ് ആണ്. കോസും സൈനും കൊണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഈ സെയിം വരുവാണെങ്കിൽ താഴെ സൈൻ ഓഫോ കോസ് ഓഫോ മാത്രമാണ്, രണ്ടും ഒരേ രീതിയിലുള്ള, ഇവിടെ സൈനും ഇവിടെ കോസും വരുവാണെങ്കിൽ, സെയിം ആണെങ്കിൽ, സെയിമിൽ എസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓർക്കുക സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുക. ഇതായിരിക്കണം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫ്രീക്വന്റ്ലി സീൻ ആണ്, ഇത് കണ്ടിട്ടില്ലാത്തവർ ചെയ്യാനായിട്ട് പാടാണ്. ഓക്കെ, പക്ഷേ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ സൈനിന് പകരം എന്താണ്, കോസ് കൊണ്ട് ചെയ്യണം. അപ്പൊ സെയിമിൽ എസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സെയിം വന്നു കഴിഞ്ഞാൽ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് ഓഫ് എന്തുകൊണ്ട്, സൈൻ ഓഫ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഐദർ എക്സ് മൈനസ് എ മൈനസ് എക്സ് മൈനസ് ബി, അതായത് എന്തെന്ന് വരും, അത് ബി മൈനസ് എ എന്ന് വരും അല്ലെ, അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് മൈനസ് ബി മൈനസ് ഓഫ് എക്സ് മൈനസ്, ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അതായത് ടെക്നിക്കലി നമ്മൾ സെയിം ആയിട്ട് വരുമ്പോൾ സൈൻ ഓഫ് എ മൈനസ് ബി കൊണ്ടോ ബി മൈനസ് എ കൊണ്ടോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആണെങ്കിലോ കോസ് ഓഫ് എ മൈനസ് ബി കൊണ്ടോ കോസ് ഓഫ് ബി മൈനസ് എ കൊണ്ടോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യണം. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ചോദ്യം ഒന്ന് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ചെയ്ത് കാണിക്കുകയാണ്. ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെയും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പൊ ചോദ്യം നമ്മളോട് പറയുന്ന ഇതാണ്, 62ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇന്റഗ്രൽ ഓഫ് dx divided by sin of x minus a into sin of x minus b. അപ്പൊ ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ ഓഫ് എ മൈനസ് ബി കൊണ്ടങ്ങ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ, ഇല്ല. അപ്പോ ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ചെയ്തു. ഇപ്പൊ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, 1 by സൈൻ ഓഫ് എ മൈനസ് ബി എടുത്തതിന് ശേഷം ഇന്റഗ്രൽ ഓഫ് ഈ സൈൻ ഓഫ് എ മൈനസ് ബി എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, സൈൻ ഓഫ് എക്സ് മൈനസ് ബി മൈനസ് എക്സ് മൈനസ് എ എന്ന് എഴുതിക്കൂടെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണ്, മൈനസ് എക്സും പ്ലസ് എക്സും പോയി മൈനസ് ബി പ്ലസ് എ മൈനസ് ബി വന്നു, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് ബി എന്നുള്ളൊരു രീതിയിൽ നമുക്ക് വന്നു. സോ 1 by സൈൻ ഓഫ് എ മൈനസ് ബി നമുക്ക് ഇങ്ങനെ വന്നു. സോ 1 by സൈൻ ഓഫ് എ മൈനസ് ബി ഇവിടെ ഇങ്ങനെ താഴെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇന്റഗ്രൽ ഓഫ് സൈൻ ഓഫ് എ മൈനസ് ബി സൈൻ എ ദാറ്റ് ഇസ് സൈൻ ഓഫ് എക്സ് മൈനസ് ബി ഇൻറ്റു കോസ് ബി അല്ലേ, സൈൻ ഓഫ് എക്സ് മൈനസ് എ മൈനസ് കോസ് എ, അതായത് കോസ് ഓഫ് എക്സ് മൈനസ് ബി ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതാലോ. ഏത് ഫോർമുല, സൈൻ ഓഫ് എ മൈനസ് ബി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോർമുല, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് ബി എന്ന് നമുക്ക് എഴുതാലോ, എഴുതാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 by സൈൻ ഓഫ് എ മൈനസ് ബി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ സൈൻ ഓഫ് എക്സ് മൈനസ് ബിയും സൈൻ ഓഫ് എക്സ് മൈനസ് ബിയും വെട്ടിപ്പോയി, കോസ് ഓഫ് എക്സ് മൈനസ് എ ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ നമുക്ക് കോട്ട് ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതാം, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് എയും സൈൻ ഓഫ് എക്സ് മൈനസ് എയും വെട്ടിപ്പോയി, ഇതിനെ നമുക്ക് കോട്ട് ഓഫ് എക്സ് മൈനസ് ബി എന്ന് എഴുതാം, ഡി എക്സ് എന്നും ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, മനസ്സിലായി. So this will be 1 divided by sin of a minus b അവിടെ തന്നെ നിൽക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് കോട്ടക് എന്ന് പറയുന്നത് എന്താണ്, ലോഗ് മോഡ് സൈൻ അല്ലേ, ലോഗ് മോഡ് സൈൻ ഓഫ് എക്സ് മൈനസ് എ മൈനസ് ലോഗ് മോഡ് സൈൻ ഓഫ് എക്സ് മൈനസ് ബി അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by സൈൻ ഓഫ് എ മൈനസ് ബി ഇവിടെ നിർത്തിയിട്ട് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് ഓഫ് എ ദാറ്റ് ഇസ് ലോഗ് ഓഫ് സൈൻ ഓഫ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് ബി എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമല്ലോ. സോ 1 by സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു ലോഗ് മോഡ് സൈൻ ഓഫ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് ബി പ്ലസ് സി എന്നുള്ളൊരു ഉത്തരം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് പഠിക്കാൻ സാധിക്കും. കാര്യം പിടിയിട്ടില്ലേ, എല്ലാവർക്കും തന്നെ കാര്യം പിടിയിട്ടില്ലോ? ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 62ാമത്തെ ചോദ്യം വരെ ചെയ്തു. 63 നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതിനെ നമ്മൾ ഇന്റഗ്രേഷനിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ചോദ്യം ഇതാണ്, ഇന്റഗ്രൽ ഓഫ് കൊസീക് ഓഫ്
theta plus m minus 1 times of pi by 4 into cosec of theta plus m pi by 4 into d theta. Okay, ഇവിടെ വേരിയബിൾ എന്താണ്? തീറ്റ ആണ്, ഡി തീറ്റ വരുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ സൈൻ ആണെന്നറിയാം. അപ്പൊ നേരത്തെ ഫോർമാറ്റ് ആണ് കിട്ടിയില്ലേ? 1 ബൈ സൈൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 4. ഇങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ പ്രീവിയസ്ലി എക്സ് മൈനസ് എക്കും എക്സ് മൈനസ് ബിക്കും പകരം എന്താണ് ഇവിടെ എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും വന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരം. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെയും ഇതിന്റെ ഡിഫറൻസ് വലുതിൽ നിന്ന് നമുക്ക് ചെറുതിനെ കുറയ്ക്കുന്ന രീതിയിൽ ഇതേ മൈനസ് ഇതിനെ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേ മൈനസ് ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? തീറ്റ പ്ലസ് എം പൈ ബൈ 4 മൈനസ് തീറ്റ പ്ലസ് എം മൈനസ് 1 പൈ ബൈ 4. അതായത് നമുക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് പൈ ബൈ 4 എന്നല്ലേ ബാക്കി കിട്ടുന്നത്. സൈൻ ഓഫ് പൈ ബൈ 4 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതല്ലേ ടെക്നിക്കലി സംഭവിക്കുന്നത്. സൈൻ ഓഫ് പൈ ബൈ 4 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. താഴെ സൈൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 ടൈംസ് ഓഫ് പൈ ബൈ 4 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 4 എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നതായിട്ട് കണ്ടു അല്ലെ. ഇനി ഈ സൈൻ ഓഫ് പൈ ബൈ 4നെ എന്ത് ചെയ്യും? ഇതേ ഫോർമാറ്റിൽ തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് നോക്കും. സോ 1 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ ബൈ 4. സൈൻ ഓഫ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 2 ഇന്റഗ്രൽ ഓഫ് ഈ സൈൻ ഓഫ് പൈ ബൈ 4നെ താഴെ ഉള്ളതിന്റെ ഡിഫറൻസുകളായിട്ട് നമുക്ക് എഴുതാലോ. സൈൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 4 മൈനസ് ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 പൈ ബൈ 4 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു. ഡി തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 പൈ ബൈ 4 അവിടെ തന്നെ ഉണ്ട് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 4ഉം അവിടെ തന്നെ വരുന്നതായിട്ട് നമുക്ക് കണ്ടു. സി 1 ഡിവൈഡഡ് ബൈ 1 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ് അല്ലെ. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈൻ ഓഫ് ഇതിനെ എ ഇതിനെ ബി, സൈൻ ഓഫ് എ മൈനസ് ബി ഫോർമുല എഴുതി കഴിയുമ്പോഴത്തേക്കും ബാക്കി എന്താ വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ബാക്കി എല്ലാവർക്കും ചെയ്തു തീർക്കാൻ പറ്റുമല്ലോ. നമുക്ക് അന്നേരത്തേക്കും ഫൈനലി ഉത്തരം ഞാൻ അങ്ങ് എഴുതുവാണ്. റൂട്ട് 2 ടൈംസ് ഓഫ് ലോഗ് മോഡ് സൈൻ ഓഫ് തീറ്റ പ്ലസ് എം മൈനസ് 1 ടൈംസ് ഓഫ് പൈ ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് തീറ്റ പ്ലസ് എം പൈ ബൈ 4 എന്ന് നമുക്ക് കിട്ടി. പ്ലസ് സി എന്ന് നമുക്ക് കിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും ഈ ചോദ്യത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഇതിന്റെ നേരത്തെ അതേ സ്റ്റെപ്പുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്ട്ലി എഴുതിയത്. എല്ലാവരും സ്റ്റെപ്പ് എഴുതി സൈൻ ഓഫ് എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കാവുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 63ാമത്തെ ചോദ്യവും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 64ലേക്ക് കടക്കാം. ഓക്കെ, 64ലേക്ക് കടക്കുവാണെങ്കിൽ ചോദ്യം എന്താണ്? ഇന്റഗ്രൽ സൈൻ ഓഫ് എക്സ് ഡിഗ്രി ഡി എക്സ്. എപ്പോഴും ഓർക്കുക, സൈനിന്റെ ഒക്കെ ഫംഗ്ഷൻസ് വരുമ്പോൾ എപ്പോഴും റേഡിയൻ മെഷറിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റേഡിയൻ മെഷറിൽ അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയെ റേഡിയനിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താ? എക്സ് ഡിഗ്രി എന്തെന്ന് വരും? പൈ ബൈ 180 ടൈംസ് ഓഫ് എക്സ് റേഡിയൻ അല്ലെ. ഡിഗ്രി ടു റേഡിയൻ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180 ആണ് ചെയ്യേണ്ടത് അല്ലെ. സോ സൈൻ ഓഫ് പൈ ബൈ 180 ടൈംസ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും അല്ലെ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് പൈ ബൈ 180 ടൈംസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് പൈ ബൈ 180 ടൈംസ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് പൈ ബൈ 180. അതായത് ടെക്നിക്കലി ഇതെന്തെന്ന് വരും? മൈനസ് 180 ഡിവൈഡഡ് ബൈ പൈ ടൈംസ് ഓഫ് കോസ് ഓഫ് പൈ ബൈ 180 ടൈംസ് ഓഫ് എക്സ് എന്ന് നമുക്ക് ഈസി ആയിട്ട് വരുന്നതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ മൈനസ് 180 ഡിവൈഡഡ് ബൈ പൈ ടൈംസ് ഓഫ് കോസ് ഓഫ് പൈ ബൈ 180 എക്സ് പ്ലസ് സി. ദിസ് ഷുഡ് ബി യുവർ ഫൈനൽ ആൻസർ ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. ഓക്കെ, അപ്പൊ ഡിഗ്രി വരുമ്പോഴത്തേക്കും തന്നെ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അതായത് നമ്മുടെ 64ാമത്തെ ചോദ്യം. ഇനി നമുക്ക് 65ലേക്ക് കിടക്കാം. 65ലെ ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 5x അല്ലെ. 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. സോ 2 കോസ് സ്ക്വയർ 5x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. സോ ദിസ് ഇസ് 1 ബൈ 2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ 5x ബൈ 2 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഡി എക്സ് എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇത്രയും എഴുതാമെങ്കിൽ സീക് സ്ക്വയർ തീറ്റയുടെ ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാലോ. 1 ബൈ 2 ടൈംസ് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്നല്ലേ സീക് സ്ക്വയർ എക്സ് അല്ലേ. അപ്പൊ ടാൻ ഓഫ് 5x ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 5x by 2 അല്ലെ. 2ഉം 2ഉം വെട്ടിപ്പോയി പ്ലസ് സി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 1 by 5 ടൈംസ് ഓഫ്
tan of 5x by 2 plus c എന്ന് പറയുന്ന ഫൈനൽ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ? കാര്യം പിടിയിട്ടില്ലേ? സോ 65ാമത്തെ ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്കുള്ളത്. 65 കഴിഞ്ഞെങ്കിൽ നമുക്ക് 66ലേക്ക് ഒന്ന് കിടക്കാൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കുക. ഓക്കെ, 66ാമത്തെ ചോദ്യം പറയുന്നത് ഇഫ് f dash of sin x is cos square x for all x belonging to R and f of 1 എന്ന് പറയുന്നത് 1 ആണ്, then find f of x. ഇതാണ് ഞങ്ങളുടെ ചോദ്യം. f dash of sin x എന്ന് പറയുന്നത് cos square x ആണ് for all x belonging to R and f of 1 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ find f of x. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്കറിയാവുന്ന f dash of sin x എന്ന് പറയുന്നത് cos square x ആണെങ്കിൽ നമുക്കറിയാം let's put sin x as a t. okay, sin x t ആണെങ്കിൽ sin x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം sin x t ആണെങ്കിൽ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ f dash of t എന്ന് പറയുന്നത് cos square x നെ 1 minus sin square x എന്ന് നമുക്ക് എഴുതിക്കൂടെ? അറിയാം. അതായത് f dash of t എന്ന് പറയുന്ന 1 minus t square ആയിട്ട് നമുക്ക് കിട്ടി. ഈ കാര്യം കിട്ടിയല്ലോ. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ t എന്ന് പറയുന്നത് 1 minus t square. f dash of t കിട്ടുവാണെങ്കിൽ f of t കിട്ടുവാണെങ്കിൽ കിട്ടാൻ എന്താ ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? സോ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, f dash of t യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് f of t അല്ലേ? this should be equal to, we are integrating with respect to what? t. so 1 ന്റെ ഇന്റഗ്രൽ t ആകും minus t square ന്റെ ഇന്റഗ്രൽ t cube divided by 3 ആകും plus c വരും. ഇത്രയും കാര്യം നമുക്ക് കിട്ടി. f of t എന്ന് പറയുന്നത് t minus t cube divided by 3 plus c എന്ന് നമുക്ക് കിട്ടി അല്ലെ? നമുക്ക് ഇനി എന്താ തന്നിട്ടുള്ള? f of 1 എന്ന് പറയുന്ന 1 എന്ന് തന്നിട്ടുണ്ട്. അതായത് f of t ഇതാണെങ്കിൽ f of 1 എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യും? f of 1 എന്ന് പറയുന്ന 1 minus 1 cube divided by 3 plus c. ഈ f of 1 എന്ന് പറയുന്നത് equal to 1 എന്ന് തന്നിട്ടുണ്ട്, ഇക്വേറ്റ് ചെയ്യാം. സോ 1 minus 1 by 3 plus c 1 ആണെങ്കിൽ 2 by 3 plus c 1 എന്നും c എന്ന് പറയുന്നത് 1 by 3 എന്നും നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കും. കാര്യം പിടികിട്ടിയോ? ഓക്കെ, സോ f of 1 എന്ന് c എന്ന് പറയുന്നത് 1 by 3 എന്ന് കിട്ടി. c എന്ന് പറയുന്നത് 1 by 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം f of t എന്ന് പറയുന്നത് t minus t cube by 3 plus c എന്ന് പറയുന്ന 1 by 3 നമ്മൾ അങ്ങ് ആഡ് ചെയ്തു. ഓക്കെ, സിക്ക് 1 by 3 നമ്മൾ കൊണ്ടിട്ടു. f of t ഇതാണെങ്കിൽ f of x ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? f of t f of x ലേക്ക് കൺവേർട്ട് ചെയ്യാൻ in the function f of t wherever there is x, t replace it by x, so it will become x minus x cube by 3 plus 1 by 3 എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സോ x minus x cube by 3 plus 1 by 3 എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് എത്തി. വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വന്റ്ലി സീൻ ആണ്. എല്ലാവരും ഇതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. 66 കഴിഞ്ഞെങ്കിൽ നമുക്ക് 67ലേക്ക് എങ്ങനെ ആണെങ്കിൽ കിടക്കാം. ഓക്കെ, അപ്പൊ 66 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 67ലേക്ക് നമുക്ക് കിടക്കാം. 67ാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് x raised to 5 plus 3x power 4 minus x cube plus 8x square minus x plus 8 divided by x square plus 1 dx. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ഒരു ഹയർ ഡിഗ്രി ബൈ ലോവർ ഡിഗ്രി വരുവാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, പോളിനോമിയൽ ഡിവിഷൻ. പോളിനോമിയൽ ഡിവിഷൻ എല്ലാവർക്കും അറിയത്തില്ല, 9ാം ക്ലാസ്സിൽ പഠിച്ചേ. ഓക്കെ, നമുക്കറിയാം ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഞാൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് x raised to 5 plus 3x raised to 4 minus x cube plus 8x square minus x plus 8 അല്ലെ? സോ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x power 5 plus 3x power 4 minus x cube plus ഇതിനെ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാം, x power 5 plus 3x power 4 minus x cube plus 8x square minus x plus 8നെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് x square plus 1 കൊണ്ട് ആദ്യം എന്ത് ചെയ്യും? ഇവിടുത്തെ ആദ്യത്തെ വേരിയബിൾ എടുത്തിട്ട് x power 5 കൊണ്ട് ഇവിടുത്തെ ആദ്യത്തെ ഡിവൈഡ് ചെയ്യാം. x power 5 by x square എന്ന് പറയുന്നത് x cube വരും. പിന്നെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അന്നേരം x power 5 plus x cube കിട്ടും. സബ്ട്രാക്ട് ചെയ്ത് കളയാം. എല്ലാവർക്കും മെത്തേഡ് അറിയാലോ, സബ്ട്രാക്ട് ചെയ്ത് കളയാം.
അപ്പൊ 3x⁴ വരും. -x³ എന്ന് പറയുന്നത് -2x³ + 8x² - x+8 വരും. വീണ്ടും ഇതിനെ x² കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ +3x² വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3x⁴ + 3x² വരും. സബ്ട്രാക്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ബാക്കി എന്തായിരുന്നു? -2x³ ഉണ്ട്, +5x² ഉണ്ട്, -x+8 ഉണ്ട്. വീണ്ടും ഡിവൈഡ് ചെയ്യുക. -2x³ നെ x² കൊണ്ട് ഡിവൈഡ് ചെയ്ത -2x വന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക. -2x³ -2x വന്നു. വീണ്ടും പ്ലസ് വന്നു. സോ 5x² + x+8 വന്നു. വീണ്ടും ഡിവൈഡ് ചെയ്ത് കളയുക. 5x² നെ x² നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ +5 വന്നു. സോ 5x² + 5 വന്നു. സബ്ട്രാക്ട് ചെയ്ത് കളയുക. സോ x+8 - 5 വന്നു കഴിഞ്ഞാൽ x+3 വന്നു അല്ലെ? x+3 ആണ് നമ്മുടെ ഒരു റിമൈൻഡർ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? x+3 നമുക്കൊരു റിമൈൻഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡന്റ്, അതായത് ഇതിനെ ഇസ് ഈക്വൽ ടു ഡിവൈസർ, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ. ഡിവൈസർ എന്ന് പറയുന്നത് എത്രയാണ്? ഡിവൈസർ എന്ന് പറയുന്നത് x² + 1 ഇൻറ്റു കോഷ്യന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന x³ + 3x² - 2x + 5 എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഡിവിഡന്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് x+3 ഹോൾ ഡിവൈഡഡ് ബൈ x² + 1 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതായിട്ട് മനസ്സിലായി. കാര്യം പിടിയോ? അപ്പൊ ന്യൂമറേറ്ററിനെ നമ്മൾ ഇതിന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഇനി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? x³ + 3x² - 2x + 5 കിട്ടി അല്ലെ? അതും ഇതും വെട്ടിപ്പോയി. പ്ലസ് ഇന്റഗ്രൽ ഓഫ് x+3 ഡിവൈഡഡ് ബൈ x² + 1 കിട്ടി. ഇതല്ലേ ബാക്കിയുള്ളത് അല്ലെ? ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. x⁴ ഡിവൈഡഡ് ബൈ 4 + 3x³ ഡിവൈഡഡ് ബൈ 3 - 2x² ഡിവൈഡഡ് ബൈ 2 + 5x പ്ലസ് ഈ ഇന്റഗ്രലിനെ x ഡിവൈഡഡ് ബൈ x² + 1 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 3 ഡിവൈഡഡ് ബൈ x² + 1 ആക്കാമല്ലോ. ആകാം. സോ ദിസ് ഇസ് x⁴ ഡിവൈഡഡ് ബൈ 4 പ്ലസ് x³ അവിടെ തന്നെ നിൽക്കട്ടെ, -x² വരും പ്ലസ് 5x വരും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാലോ. അത് ഇവിടെ നിൽക്കട്ടെ. +3 ടൈംസ് ഓഫ് ഇന്റഗ്രൽ 1/1 + x² എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് x ആണ്. പ്ലസ് ഇന്റഗ്രൽ ഓഫ് x ഡിവൈഡഡ് ബൈ x² + 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? x² + 1 t ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2x dx dt ആയിട്ട് വരും. x dx എന്ന് പറയുന്നത് dt ഡിവൈഡഡ് ബൈ 2 ആയിട്ട് വരും. സോ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് dt ഡിവൈഡഡ് ബൈ 2t എന്ന് വരും. സോ 1/2 log അല്ലെ? 1/2 log mod t plus c അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു x⁴/4 plus x³ minus x² plus 5x plus 3 tan inverse of x കഴിഞ്ഞു പ്ലസ് 1/2 ടൈംസ് ഓഫ് ലോഗ് മോഡ് t എന്ന് പറയുന്നത് എന്താണ്? ലോഗ് മോഡ് t എന്ന് പറയുന്ന x² plus 1 plus c എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാനായിട്ട് സാധിച്ചു. കാര്യം പിടിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇതിനെ ചെയ്ത് കൊണ്ടുപോയി. ഇങ്ങനെയാണ് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 67 ചോദ്യവും ചെയ്തു. സോ പോളിനോമിയൽ ഡിവിഷൻ അറിയാത്തവർ പോളിനോമിയൽ ഡിവിഷൻ ഒന്ന് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയത്. പിന്നെ നമുക്കറിയാം ഡിവിഡന്റ് ഇസ് ഈക്വൽ ടു ഡിവൈസ്, അതായത് ഇതൊന്ന് ഇസ് ഈക്വൽ ടു ഡിവൈസർ എന്ന് പറയുന്നത് ഇത് ഇൻടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഫോമുല എഴുതാം. ആ ഫോമുല എഴുതിയിട്ട് നമ്മൾ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ഹോംവർക്ക് ഇതാണ്. ഇത് ഒറിജിനലി ജെഇക്ക് ചോദ്യം ചോദിച്ചതാണ്. ഇന്റഗ്രൽ x⁴ ഇൻറ്റു 1 - x ഹോൾ പവർ 4 ഡിവൈഡഡ് ബൈ x² + 1. ഇതിനെ ഞാൻ ഇതേ രീതിയിൽ പറയുകയാണ്. ന്യൂമറേറ്ററിനെ ആദ്യം എക്സ്പാൻഡ് ചെയ്തൊരു 8th പവറിലുള്ള ഒരു പോളിനോമിയലായി മാറും. എന്നിട്ട് സെയിം കാര്യം ഡിവിഡന്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എഴുതിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ബൈനോമിയൽ തിയറം എഴുതിയിട്ട് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം പെട്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ഞാനൊന്ന് എഴുതാം. x⁴ ഇൻറ്റു ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം x⁴ - 4x³ + 6x² - 4x + 1 എന്ന് കിട്ടും ഇതിനെ. പിന്നെ ഇതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ x⁴ 8 - 4x⁴ 7 + 6
x power 6 minus 4x power 5 plus x power 4 divided by x square plus 1 എന്നുള്ളതിനെ ഇനി ഇതിനെ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഫോമിൽ എഴുതിയിട്ട് അങ്ങ് ചെയ്യാം. എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇത് ഒറിജിനൽ JEE ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തേക്കുക. അപ്പൊ 67 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 68ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് കിടക്കാം. 68ാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 1 plus 2 tan square x plus 2 sec x into tan x whole raised to 1 by 2 dx. വളരെ സിമ്പിൾ ചോദ്യമാണിത്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നോക്കാം. ഈ 1നെ എനിക്ക് sec square x minus tan square x എന്ന് എഴുതാലോ. എഴുതാം. plus 2 tan square x plus 2 sec x tan x whole raised to 1 by 2 dx. So this is tan square x and tan square x പോയി. So sec square x plus tan square x plus 2 sec x into tan x whole raised to 1 by 2 dx. നിങ്ങൾക്ക് ഇതിനെ a square plus b square plus 2ab ഫോം ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുമല്ലോ. സോ ഇതിനെ എനിക്ക് sec x plus tan x whole square whole raised to 1 by 2 dx എന്ന് എഴുതാലോ. So this is integral of sec x plus tan x dx എന്നാവത്തില്ലേ. ഹോൾ സ്ക്വയറും raised to 1 by 2 മാറിയില്ലേ. ഭയങ്കര സിമ്പിൾ ഇന്റഗ്രൽ ആയി മാറി. ഇന്റഗ്രൽ ഓഫ് sec x plus tan x എന്ന് പറയുന്നത് ആദ്യം ഇന്റഗ്രൽ ഓഫ് sec x എന്ന് പറയുന്നത് എന്താണ്? log mod sec x plus tan x plus ഇന്റഗ്രൽ ഓഫ് tan x എന്ന് പറയുന്നത് എന്താണ്? log mod sec x plus c എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിച്ചു. So the final answer will be log mod sec x plus tan x plus log mod sec x plus c എന്ന് പറയുന്ന ഉത്തരമാണ് നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്നത്. സോ ഇത് 68ാമത്തെ ചോദ്യമാണ്. അടുത്ത നമുക്ക് 69ലേക്ക് കിടക്കാം. 69ഉം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 69ാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് 69ല് ഇന്റഗ്രൽ ഓഫ് x into 3x plus 7 whole power 5 dx. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. x into 3x plus 7. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ 3x ഉണ്ട്, ഇവിടെ x ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3x കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ 3x plus 7 ഉണ്ട്, പക്ഷെ ഇവിടെ 3x ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ 3xന്റെ കൂടെ 7 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇത്രയും മാനിപ്പുലേഷൻ ചെയ്ത് ഇങ്ങനെ ഉണ്ടോ? ടെക്നിക്കലി എല്ലാം സെയിം തന്നെയാണല്ലോ ഇപ്പോഴും. ഇനി ഞാൻ എന്താണ് ഈ ഒരു പാർട്ടിനെ ഒറ്റയ്ക്കും ഈ ഒരു പാർട്ടിനെ സെപ്പറേറ്റും എടുത്തിട്ട് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1/3 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 3x plus 7 into 3x plus 7 whole power 5 എന്ന് പറയുന്നത് എന്താണ്? 3x plus 7 whole power 6 minus 7/3 times of integral of 3x plus 7 whole power 5 dx എന്ന് നമുക്ക് കിട്ടി. കാര്യം പിടിയോ? So 1/3 times of 3x plus 7 whole power 6 minus 7/3 times of 3x plus 7 whole power 5 dx എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ട് 1/3 ടൈംസ് ഓഫ് ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എത്രയാണ്? 3x plus 7 whole power 7 divided by 7 into ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് 3x എന്ന് പറയുന്നത് into 3 വരും അല്ലെ. മൈനസ് 7/3 ടൈംസ് ഓഫ് ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 3x plus 7 whole power 6 divided by 6 വന്നു into ഡെറിവേറ്റീവ് ഓഫ് 3x plus 7 എന്ന് പറയുന്നത് 3 എന്ന് നമുക്ക് വീണ്ടും വന്നു പ്ലസ് c എന്ന് പറയുന്ന ഒരു ഉത്തരം ഈസി ആയിട്ട് നമുക്ക് കിട്ടി. 1/3 ടൈംസ് ഓഫ് 3x plus 7 whole power 7 divided by 7 into 3 minus 7/3 times of 3x plus 7 whole power 6 into 6 into 3 plus c. ഇതും പ്രീവിയസ്ലി JEE ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, ഈ ഒരു തോട്ട് പ്രോസസ് ഒക്കെ പതുക്കെ പതുക്കെയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുമല്ലോ എന്നൊക്കെ നിങ്ങളും പഠിച്ചു തുടങ്ങും. സോ ഡോണ്ട് വറി. സോ ദിസ് ഷുഡ് ബി യുവർ ഫൈനൽ ആൻസർ ഫോർ 69th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 69th കഴിഞ്ഞു. അടുത്ത നമുക്ക് 70th ചോദ്യത്തിലേക്ക് കിടക്കാം. 70th ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് 5x plus 7 divided by x plus 2 into 4x plus 5. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ. താഴെ മുകളിലുള്ള സാധനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ?
കാണുന്നുണ്ടല്ലോ. കാരണം ഈ 5x+7 താഴത്തതിന്റെ രണ്ടിന്റെയും സമ്മേഷൻ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? +4x+5 എന്ന് എഴുതാമല്ലോ. സിമ്പിൾ ആയിട്ട് എഴുതാം. x+2 ഉണ്ട്, 4x+5 ഉണ്ട്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 4x+5 ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ x+2 dxഉം തന്നു. Okay, so this will be log mod 4x+5 divided by derivative of 4x+5 which is 4 plus log mod of x+2 plus c എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. So the answer will be log mod of 4x+5 divided by 4 plus log mod of x+2 plus c എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ഒബ്സർവേഷൻ വെച്ചേക്കാം. മുകളിലും താഴെയും എപ്പോഴും ഒരു ഒബ്സർവേഷൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേ കണക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം 71ാമത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇന്റഗ്രൽ ഓഫ് 6x+5 ഡിവൈഡഡ് ബൈ 3x+1 into 9x+6. ഇതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുന്നുണ്ടോ? അഡീഷൻ അല്ല, പക്ഷെ സബ്ട്രാക്ഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതേ മൈനസ് ഇതല്ലേ ന്യൂമറേറ്ററിലുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിനെ എനിക്ക് 9x+6 മൈനസ് ഓഫ് 3x+1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 3x+1 into 9x+6 എന്ന് ഈസി ആയിട്ട് എഴുതാം. ഇതിനെ മാറ്റി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 3x+1 മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ 9x+6 dx എഴുതിയ. So log mod of 3x+1 divided by 3 minus log mod of 9x+6 divided by 9 plus c എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടുകയുണ്ടായി അല്ലെ? ഓക്കെ, ഇപ്പൊ അടുത്തൊരു നോട്ട് എഴുതിയേക്ക. ഈ പറയുന്ന കാര്യം നമ്മൾ അടുത്തൊരു മെത്തേഡ് ആയിട്ട് തന്നെ പഠിക്കുകയാണ്. ഇപ്പം if numerator is not directly sum or difference of denominator, then use partial fraction. ഇത്രയും ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. അതെന്താണെന്ന് നമ്മൾ അടുത്ത സെക്ഷൻസിൽ ഇന്റഗ്രേഷനിൽ പഠിക്കും. പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് അന്നേരം ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർത്തു വെക്കാമല്ലോ, ഓർത്തു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 71ാമത്തെ ചോദ്യം. 71ാമത്തെ ചോദ്യം ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ x² plus 7x plus 10. ഓക്കെ, ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ലേറ്റർ ഓൺ. പക്ഷെ ഇപ്പം നമുക്ക് ഡയറക്ട്ലി ഒന്ന് നോക്കാം. ഇന്റഗ്രൽ dx ബൈ ഇതിനെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാമല്ലോ. x+2 into x+5 എന്ന് ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ? ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ഡിഫറൻസ്, ഈ ലാർജർ മൈനസ് സ്മോളറിന്റെ ഡിഫറൻസ് എത്രയാണ്? x+5 മൈനസ് ഓഫ് x+2 എന്ന് പറയുന്നത് 1/3 അല്ലെ, 3 ആണ് അല്ലെ? ആ ഡിഫറൻസ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ്? നമ്മൾ ആ സൈനിൽ ചെയ്ത അതേ കാര്യങ്ങൾ വരും. ഈ 3 എനിക്ക് x+5 മൈനസ് ഓഫ് x+2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ x+2 into x+5 എന്ന് എഴുതാം. ഇനി ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/3 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x+2 മൈനസ് 1/3 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x+5 എന്ന് എഴുതിയിട്ട്, so 1/3 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് x+2 മൈനസ് 1/3 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് x+5 plus c എന്ന് എഴുതാം. So 1/3 times of log mod of x+2 divided by x+5 plus c. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റില് 1 ഡിവൈഡഡ് ബൈ ഫാക്ടറൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റില് ക്വാഡ്രാറ്റിക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉത്തരം ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വെക്കുക. KEMലൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റും. 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ലാർജർ മൈനസ് സ്മോളർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സ്മോളർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ബിഗർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 ഡിവൈഡ് ബൈ സ്മോളറിന്റെ ഇന്റഗ്രേറ്റഡ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് മോഡ് സ്മോൾ മൈനസ് ലോഗ് മോഡ് ബിഗ്. സോ ബേസിക്കലി ദി ആൻസർ വിൽ ബി 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ലോഗ് മോഡ് ഓഫ് സ്മോൾ ഡിവൈഡഡ് ബൈ ബിഗ് അല്ലെ? സ്മോഗ് മോഡ് ഓഫ് സ്മോൾ ഡിവൈഡഡ് ബൈ ബിഗ് പ്ലസ് സി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതൊരു സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ചെയ്യാനായിട്ട് നോക്കാം. നമ്മള് 71 ചോദ്യം ചെയ്തു. 72ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 72ല് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x² plus x minus 2 വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താണ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുമല്ലോ. ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ x+2 into x minus 1 എന്ന് എഴുതാം അല്ലെ? ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻസ് ലാർജർ മൈനസ് സ്മോളറിന്റെ ഡിഫറൻസ് 3 അല്ലെ? സോ 1/3 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് സ്മോൾ എന്ന് പറയുന്ന x minus 1 ഡിവൈഡഡ് ബൈ ബിഗ് എന്ന് പറയുന്ന x+2 plus c എന്ന്
വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഒരു നോട്ട് എഴുതി വെക്കുക. If factorization not possible, then use completing the square method. അതും നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒന്ന് ചുമ്മാ ഇതെല്ലാം ഒന്ന് ഓർത്തോർത്ത് നോക്കുക. വീണ്ടും കാണുമ്പോഴത്തേക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ എന്നൊരു ബ്രെയിനിന് ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ഞാൻ ഇതുവരെ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നറിയാം, പഠിപ്പിക്കുകയും ചെയ്യും. ഡോണ്ട് വറി. ഓക്കെ, സോ 1/3 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് x minus 1 ഡിവൈഡഡ് ബൈ x plus 2 plus c എന്ന് പറയുന്ന ഒരു ഉത്തരം വന്നു. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് 73ാമത്തെ ചോദ്യമാണ്. ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 7. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇ റേസ് ടു എക്സിന്റെ ടി എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ആയിട്ട് വരും. സോ ഇന്റഗ്രൽ ഓഫ് ഡി ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് 1 ഇൻറ്റു ടി പ്ലസ് 7 എന്ന് കിട്ടിയില്ലേ? ഇതേ കാര്യം വീണ്ടും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാലോ. എന്താണ്? ലോഗ് മോഡ് ഓഫ് സ്മോളർ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 7 പ്ലസ് സി അല്ലെ. 1 ബൈ ഡിഫറൻസ് ഉണ്ട്. 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് എന്ന് പറയുന്ന 8. സോ ദിസ് ഇസ് 1/8 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 7 പ്ലസ് സി. ഇങ്ങനെയും ചെയ്യാം. ഈ കേസിൽ നമുക്ക് ഇതിനെ ഓർത്തു വെക്കാം. ഓക്കെ, ഓൾറൈറ്റ്, ഇങ്ങനെയും ചെയ്യാം. അതേപോലെ തന്നെ ഇന്റഗ്രൽ ഓഫ് സൈൻ 2x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x മൈനസ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ dx എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓഫ് സൈൻ 2x ഡിവൈഡഡ് ബൈ ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ. ഇതൊരു എക്സ് ആണെങ്കിൽ ഇത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഫോർമാറ്റിലല്ലേ. ഇതിനെ ഇപ്പൊ ഞാൻ സൈൻ സ്ക്വയർ എക്സിനെ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ആണ്. 2 sin x കോസ് എക്സ് ആണല്ലോ സൈൻ 2x അല്ലെ. സോ സൈൻ 2x dx എന്ന് പറയുന്നത് dt ആയിട്ട് വരും. സോ ദിസ് ഇസ് ഇന്റഗ്രൽ dt ഡിവൈഡഡ് ബൈ t മൈനസ് 1 ഇൻറ്റു ടി പ്ലസ് 1. ഇതേ കാര്യം തന്നെ വീണ്ടും ചെയ്യാലോ. 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് അതായത് 2 ഇൻറ്റു ലോഗ് മോഡ് ഓഫ് സ്മോളർ ടി മൈനസ് 1 ബൈ ലാർജർ ടി പ്ലസ് 1 പ്ലസ് സി. സോ 1/2 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് സി എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് വീണ്ടും ഇതിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. സോ 72ഉം 73ഉം ഇങ്ങനെ കഴിഞ്ഞു. 74ഉം നമ്മൾ ചെയ്തു. ഓക്കെ, സോ 74ാമത്തെ ചോദ്യത്തിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി അല്ലെ. കാര്യം പിടിയിട്ടില്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ എല്ലാം ചെയ്യാൻ പറ്റില്ല ഇതേ മെത്തേഡിൽ തന്നെ. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് 75ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 75 ഇന്റഗ്രൽ ഓഫ് 2x സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 dx. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 1 ന്യൂമറേറ്ററിനെ നമുക്ക് താഴത്തെ സമ്മുകളായിട്ട് എഴുതാലോ. എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലെ 2x സ്ക്വയർ പ്ലസ് 3 എളുപ്പമായല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 4ഉം വന്നു. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇന്റഗ്രലുകൾ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത് വെച്ച് ഡയറക്ട്ലി ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 1 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ലോഗ് മോഡ് സ്മോളർ എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1. ഡയറക്ട്ലി ഈ പാർട്ടൊക്കെ നമുക്ക് ഡയറക്ട്ലി അങ്ങ് എഴുതി പോകാലോ ഇപ്പം അല്ലെ. എഴുതാം. പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് സി. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തു വെച്ചാൽ മതി. ഈ ഫോർമുല ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ ഇതിന്റെയൊക്കെ ഡെറിവേഷൻ അടുത്ത സെഷനിൽ പഠിക്കുമായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പഠിപ്പിക്കുകയാണ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പൊ ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്ന 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് 1 ബൈ എ അതായത് 1 ബൈ 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2 പ്ലസ് സി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് കിടക്കും. സോ ദി ആൻസർ വിൽ ബി 1 ബൈ 2 ടൈംസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2 പ്ലസ് സി. സോ ഇതേ പ്ലസ് ഇത് ആയിരിക്കണമല്ലോ നമ്മുടെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത്. സോ കാര്യം പിടികിട്ടിയല്ലോ. സോ ഇങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങളൊന്ന് താഴത്തെ മുകളിലൊക്കെ വരുമ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ ആയിട്ടൊക്കെ
എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊന്ന് നോക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ 75 ചോദ്യം നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ 76 തൊട്ട് 90 വരെയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. So we'll meet again. Until then, bye bye. Keep sharing, keep learning, keep rocking, my dear friends. Bye bye.